സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. സമയവും തിരമാലയും ആരെയും കാത്തുനിൽക്കില്ല എന്ന പഴഞ്ചൊല്ല് സമയത്തിന്റെ പ്രാധാന്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി തീരം തലോടി തിരിച്ചുപോകുന്ന തിരമാലകൾ ആരെയും കാത്തുനിൽക്കില്ല. അത് തീരത്തെ ഏറെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും തന്റെ കൃത്യനിർവഹണത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കില്ല. അതുപോലെ സമയവും ആരെയും കാത്തുനിൽക്കില്ല. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എന്താണോ അത് അപ്പപ്പോൾ ചെയ്തു തീർക്കണം. ശരവേഗതയുള്ള ആഗ്രഹങ്ങൾക്ക് മനസ്സിൽ രൂപം കൊടുക്കുമ്പോൾ നാം അതിനെ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ അതിൻ്റെ മുൻപേ നടന്നിരിക്കണം. സമയത്തിന് അതിൻ്റേതായ പ്രാധാന്യം നാം കാണണം. അലസന് സമയത്തിന്റെ വിലയറിയില്ല. ആലസ്യം ഓരോരുത്തരും അവരവരിൽ നിന്നും മാറ്റി നിർത്തി ചെയ്യാനുള്ള പ്രവൃത്തികൾ കൃത്യമായ കാലയളവിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. സമയത്തിന്റെ വില അനർഘവും അമൂല്യവുമാണ്. ബാല്യകാല സമയത്ത് വേണ്ട വിധം ഉഴുത് നല്ല വിത്ത് വിതയ്ക്കണം. യുവത്വം കൊയ്യുന്നതിനും ശേഖരിക്കുന്നതിനുമുള്ള സമയമാണ്. അതിനാൽ വാർദ്ധക്യം സന്തോഷമാക്കാം. അങ്ങനെ ജീവിതത്തിലുടനീളം സമയബന്ധിതമായി കർമ്മോത്സുകരായി തീർന്നിരിക്കണം. സമയത്തിന്റെ വിലയെ മനസ്സിലാക്കി അതിനെ വ്യയം ചെയ്യണം. വിദ്യയെ അഭ്യസിക്കലാണല്ലോ വിദ്യാഭ്യാസം. അത് നമുക്ക് നിശ്ചയിച്ച സമയത്ത്, അതായത് ബാല്യകൗമാര യൗവനത്തിൽ തന്നെ ചെയ്തിരിക്കണം. സമയാനുസൃതമായ ഒരു ജീവിതശൈലി നാം തയ്യാറാക്കണം. എങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂ. ലോകത്തിൽ ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട്, പ്രായശ്ചിത്തമുണ്ട്, വിട്ടുവീഴ്ചകളുണ്ട്. എന്നാൽ സമയത്തിന്റെ കാര്യത്തിൽ മാത്രം അതൊന്നും തന്നെയില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ യാതൊരു കാരണവശാലും തിരിച്ചു വരില്ല. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമയം. ഊണിലും ഉറക്കിലും ഇരിപ്പിലും എല്ലാം സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം അറിയുന്നില്ലെന്ന് മാത്രം. ഋതുഭേദങ്ങളിൽ വരുന്ന വർഷക്കാലത്ത് മേഘം വർഷിക്കുന്ന ജലം അതത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തിയാൽ ബുദ്ധിമുട്ടില്ലാതെ കൃഷിക്കുപയുക്തമാക്കാനും കുടിവെള്ളത്തെ സംഭരിക്കാനും സാധിക്കും. മറ്റ് ഋതുക്കളിൽ സുഭിക്ഷമായി സുഖമായി ജീവിക്കാൻ വേണ്ട സമയം നാം കരുതിവെച്ച വെള്ളം ധാരാളം മതി. 24 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ദിവസത്തെ സമയം, അതിൽ വിലപ്പെട്ട 16 മണിക്കൂർ സമയം നമ്മൾ മസ്തിഷ്കത്തിനും മനസ്സിനും ശരീരാവയവങ്ങൾക്കും വേണ്ട ജോലി പകുത്തുകൊടുക്കണം. ശരീരാരോഗ്യത്തിന് വ്യായാമം ലഭിക്കുന്ന ജോലികൾ, മസ്തിഷ്ക വികാസത്തിന് വായനയെന്ന വ്യായാമം. തദ്വാര ഒരുവന്റെ മനസ്സും ശരീരവും സുഖം പ്രാപിക്കുന്നു. ബാക്കിയുള്ള 8 മണിക്കൂർ നാം കൃത്യമായി സുഖമായി ഉറങ്ങണം എന്നാണ് ആരോഗ്യശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. കൃത്യസമയം പാലിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചുയർന്നില്ലെങ്കിൽ ഈ ഭൂമിയിലെ ചരാചരങ്ങളുടെ സ്ഥിതി എന്താകും? നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും അരുണോദയത്തിൽ സൂര്യന്റെ സമയനിഷ്ഠയോടെയുള്ള വരവിൽ ദിവസത്തിന്റെ അന്ധകാരത്തെ നീക്കി ഊർജം നൽകുന്നു. അതേസമയം സൂര്യൻ കൃത്യസമയം അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കാനുള്ള തന്റെ സമയത്തെ കൃത്യമായി പാലിക്കുന്നു. അതുകൊണ്ട് നിശയുടെ മറവിൽ ഒളിഞ്ഞുകിടക്കുന്ന നിലാവിന്റെ സൗകുമാര്യതയും ശീതളത്വവും പ്രദാനം ചെയ്ത് നമ്മെ സുഖിപ്പിക്കുന്നു. എത്ര ഉന്നതരായാലും ശരി, നാം സമയത്തെ ആദരവോടെ കണ്ട് പ്രവർത്തിക്കണം. സമയം നമ്മുടെയല്ല, നാം സമയത്തിന്റെ അടിമയായിരിക്കണം. കഴിഞ്ഞുപോയ പകൽ സമയത്തെ ഓർത്ത് രാത്രിയിൽ ദുഃഖിച്ചാൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രഭ കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് നഷ്ടപ്പെട്ട സമയത്തെ ഓർത്ത് ദുഃഖിക്കാനിടവരുത്തരുത്. ലോകചരിത്രം പരിശോധിച്ചാൽ പല മഹാത്മാക്കളുടെയും പൂജ്യനാമധേയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ആദരവോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിനു തക്ക കാരണം അവരുടെ നല്ല സമയം വേണ്ടവിധം സത്പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതാണ്. നമ്മുടെ പൂർവികരായ ഗാന്ധിജി തുടങ്ങിയ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ സമയോചിതമായിട്ടുള്ള സമരമുറയുടെ വിജയമാണല്ലോ ഭാരത സ്വാതന്ത്ര്യം. എന്തുകൊണ്ടും വിലപ്പെട്ട സമയത്തെ
നാം ഒരിക്കലും പാഴാക്കാതെ കർമ്മോത്സുകരാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയത്തിന്റെ മൂല്യം അറിഞ്ഞു ജീവിക്കുന്നവനെ ജീവിതത്തിൽ വിജയം നേടാനാകൂ. രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9947545221. സുഭാഷിതം.